ലില്ലിയുടെ വീട്ടിൽ അവളുടെ പാരൻസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണെന്ന് ലില്ലി അറിഞ്ഞിട്ട് അവൾ ഓടി പറഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ലായാണെന്ന് വെച്ചാൽ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ കുറേ ഡിഷസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ലാൻ്റെ മുന്നിൽ തന്നെ അവൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്. അവരൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ അവനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അമ്മ വേറെ എവിടെ നോക്കിയിരിക്കുന്നു. ലേയാണെന്ന് വെച്ചാൽ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലിനെ കണ്ടതും നീ എന്താ വാക്കിന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലില്ല പറയാണ്, അല്ല നീ എന്താ ഇവിടെ, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ലില്ലി പതുക്കെ ചോദിക്കുമ്പോൾ അല്ലേ പറയാണ്, നിന്റെ അമ്മ ഇവിടെ ചെമ്മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ ഇവിടെ ഇരിക്കും, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് പറയുമ്പോൾ ഇവിടെ അമ്മ പറയാണ്, ഞാനിവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇവിടെ ഞങ്ങൾക്ക് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലില്ലിക്ക് ആകെ ചമ്മലായിട്ട് ലേനോട് നമുക്ക് പോവാന്ന് അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ലേ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നു. അമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് ലേ അതിനൊന്നും റിയാക്ട് ചെയ്യാതെ ചിരിച്ചിരിക്കുകയാണേ. അമ്മ ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞതും അച്ഛൻ ചെമ്മീൻ റെഡി എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് ചെമ്മീൻ്റെ ഒരു ബൗളുമായിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് ലില്ലിനോട് ലില്ലി നീ വന്നോ, വേഗം ഇരിക്കി, നമ്മുടെ വരുമ്പോൻ്റെ ഒപ്പം നമുക്ക് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ലൈനോട് ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്നത് അമ്മക്ക് ഒട്ടും ഇഷ്ടം തോന്നിയില്ല. അച്ഛൻ ഈ പറഞ്ഞതും അമ്മക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അമ്മ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന കണ്ടിട്ട് ലേ ഒരു അടവെടുക്കുകയാണ്. അവൻ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ നിന്ന് 2 കുപ്പി വൈൻ എടുത്തിട്ട്, അമ്മക്ക് ഭയങ്കര വൈൻ ഇഷ്ടമാണല്ലോ അല്ലേ, നമുക്ക് ഒന്നിച്ചൊരു വൈൻ കുടിച്ചാലോ എന്ന് ചോദിച്ചിട്ട് 2 ഗ്ലാസും 2 വൈൻ്റെ ബോട്ടിലൊക്കെ ടേബിളിൽ എടുത്ത് വെക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ ലില്ലി അച്ഛനും അയ്യോ വേണ്ട, അമ്മക്കിത് കുടിക്കാനൊന്നും പറ്റൂല എന്നിങ്ങനെ വെപ്രാളത്തോടുകൂടി പറയുന്ന കേൾക്കുന്നുണ്ട്. അമ്മക്ക് മുഖത്തിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ വേഗം 2 ഗ്ലാസ്സിലും കുറച്ച് വൈൻ ഒഴിച്ചിട്ട് അമ്മക്ക് നേരെ ഒന്ന് നീട്ടിയിട്ട് ലേ ഒന്ന് എടുക്കുന്നുണ്ട്. ലേ ചിയേഴ്സ് പറയാനായിട്ട് അമ്മയുടെ നേരെ ഒരു ഗ്ലാസ് നീട്ടിയെങ്കിലും അമ്മ അതിന് നിൽക്കുന്നേ ഇല്ല. അമ്മ പറയാണ്, ഞാൻ കുറേ നാളായി ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ ഇരുന്ന് കുടിക്കൽ നിർത്തിയിട്ട്, എന്നാലും സാരില്ല, നിനക്ക് എൻ്റെ ഒപ്പം ഇരുന്ന് കുടിക്കണമെന്ന് ആഗ്രഹമല്ലേ, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കുടിക്കുന്നുണ്ട്. അപ്പം ലില്ലി കുറച്ച് മതി എന്നിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാം നന്നായി ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അമ്മ കുറേ കുടിക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അമ്മ ആകെ തളർന്ന് ക്ഷീണിച്ച് കിടക്കുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് തളർച്ചൊന്നുമില്ലേ, നീ ഭയങ്കര കപ്പാസിറ്റിയുള്ള ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് എന്തോ ലേനെ ഇഷ്ടപ്പെട്ട പോലെ സംസാരിക്കുന്നുണ്ട്. ഇതെന്താ റീസൺ എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ വൈൻ അഡിക്റ്റ് ആയിരുന്നേ. അമ്മ എല്ലാവരുടെ ഒപ്പം പോയിട്ട് വൈൻ കുടിക്കുകയായിരുന്നു, എല്ലാ സ്ട്രീറ്റിലും ആണുങ്ങളുടെ കൂടെ പോയിട്ട്. എന്നിട്ട് അവരെ കുടിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയും. അവരെങ്ങാനും തളർന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ചീത്ത പറയും. തളർന്ന് പോകണം എന്നാലേ ചീത്ത അറിയുള്ളേ. ലേ ആണെങ്കിൽ ഇപ്പം തളർന്ന് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് അമ്മ ചീത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. ലയന ഭയങ്കര ഇഷ്ടമാവണം നമുക്ക് ചെയ്തത്. അപ്പം ലില്ലിനോട് അച്ഛൻ അമ്മനെ വേഗം റൂമിൽ കൊണ്ട് കിടത്ത് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ലില്ലി ഓടിച്ചെന്ന് അമ്മനെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നു. അമ്മ ലില്ലിനെ തന്നെ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ട് ലില്ലി ചോദിക്കുകയാണ്, എന്തോ ഇട്ടി, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ലില്ലിനോട് അമ്മ പറയുകയാണ്, ലില്ലി എൻ്റെ ചക്കരക്കുട്ടി നീ എൻ്റെ ഫേവറേറ്റ് അല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ലില്ലി ഞാനും അമ്മയുടെ ഫേവറേറ്റ്, ചേച്ചിയല്ല അമ്മയുടെ ഫേവറേറ്റ് എന്ന് ഇച്ചിരി വിഷമത്തോടുകൂടി ചോദിക്കുന്നു. അപ്പം അമ്മ പറയുകയാണ്, ചേച്ചി എൻ്റെ ഫേവറേറ്റാ, നീയും എൻ്റെ ഫേവറേറ്റാ, രണ്ടുപേരും എൻ്റെ മക്കളല്ലേ, പിന്നെ നീ ഒരു പൊട്ടത്തിയല്ലേ, നീ എല്ലാ ആപത്തിലും ചെന്ന് പെടും, അത് പേടിച്ചിട്ട് അമ്മ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, നിനക്ക് ലേനെ തന്നെ വേണം നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി എനിക്ക് ലേന അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അമ്മ അവൻ ഉറപ്പായിട്ടും എന്നെ ചതിക്കൂല, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ലില്ലി വാക്ക് കൊടുക്കുന്നു. അത് കേട്ടിട്ട് അമ്മ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ റിച്ച് പീപ്പിൾസൊക്കെ പണക്കാരൊക്കെ പോലും നമ്മളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലവ് ഡ്രാമ ഒക്കെ അഭിനയിക്കുന്നത്, അതുകൊണ്ട് നീ അവൻ അധികം വിശ്വസിക്കരുത്, ഇനി അഥവാ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നിനക്ക് സങ്കടമൊന്നും ഉണ്ടാവരുത്, പ്രോമിസ് ചെയ്യുമെന്ന് പറഞ്ഞ് ലില്ലിനെ കൊണ്ട് സങ്കടം ഒന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ പ്രോമിസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ലില്ലി അവിടുന്ന് പോയിട്ട് പിറ്റേ ദിവസമായി തോന്നി ലില്ലി അവനക്ക് എന്തോ ഹണി വാട്ടർ തേന് വെള്ളത്തിൽ കലക്കിയിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലില്ലി പറയുന്നത്, നീ ഇന്നലെ കുറേ കുടിച്ചതല്ലേ, അതുകൊണ്ട് ഇത് കുടിച്ചോ, വാരൻ്റെ കത്തലൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലില്ലി ലയനോട് പറഞ്ഞിട്ട് ലയൻ ലില്ലിക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് യാൻഫൈനെ ലില്ലിനെയാണ്. അവരൊരു റോട്ടിൽ കൂടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലില്ലി യാൻഫൈനോട് പറയുന്നുണ്ട്, എന്തോ പറ്റി, ഇന്ന് $6 ചിലവാക്കിയിട്ടാണല്ലോ എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നെ, എന്തോ ഒരു കാര്യമുണ്ട്, എന്താ അതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാൻഫൈ പറയാണ്, ഞാനിപ്പോഴും നിനക്ക് $6 ഐസ്ക്രീമൊക്കെ വാങ്ങി തരാറുണ്ടല്ലോ, പിന്നെന്താന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ്, അത് ഞാൻ കുറേ നിർബന്ധിച്ചിട്ടല്ല, ഇത് നിർബന്ധിക്കാൻ തന്നെ നീ വാങ്ങി തന്നല്ല, എന്തോ ഒരു കാര്യമുണ്ട് മര്യാദക്ക് പറഞ്ഞു എന്ന് ലില്ലി വാശി പിടിക്കുമ്പോൾ യാൻഫൈ പറയാണ്, നിൻ്റെ സിസ്റ്ററിന് ഇപ്പം എന്തോ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ബന്ധേ കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ, അവൾക്ക് തീരെ എന്നെ ഒരു മൈൻഡില്ലാത്ത പോലെ, എന്നോടൊരു ഇഷ്ടമില്ലാത്ത പോലെ, എന്നാൽ എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യിപ്പിക്കുകയില്ല, എന്താ ഇതിൻ്റെ അർത്ഥം ഒന്നും എനിക്ക്
മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ലില്ലി പറയാണ്, നീ എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിക്കണേ, നമുക്ക് മറ്റേ ഐഡിയ ട്രിക്സ് എടുക്കാമല്ലോ, ലവ് ട്രിക്സ് എന്തോരം നമ്മളിലുള്ളേ, അത് നമുക്ക് എടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ യാൻഫയ്ക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയ പോലെ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലില്ലി, നീ ഏത് ട്രിക്കാണ് എടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ യാൻഫേ, ഒരു 36 ട്രിക്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് പരീക്ഷിക്കാമെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് സിയാറാമും യാൻഫയും കൂടി ഒരു ഡ്രസ് ഷോപ്പിൽ വന്നേക്കാണ്. എന്നിട്ട് യാൻഫേ സിയാറാമിനോട് പറയാണ്, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യ്, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യണേ എന്ന് പറയുന്നു. ഇതിനോടകം സിയോറാൻ്റെ കാലൊക്കെ ശരിയായി, അവൾ നന്നായി നടക്കുന്നുണ്ടേ. അത് കേട്ടിട്ട് സിയാറാം ഓക്കെ എന്നിത്തിരി ഗമോടുകൂടി പറഞ്ഞിട്ട് അവൾ ഹാങ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രസ്സിൽ നിന്നൊക്കെ നന്നായി ലുക്ക് ചെയ്തതിന് ശേഷം ഒരു ഡ്രസ്സ് അവൾ സെലക്ട് ചെയ്യുന്നു. വൈറ്റും ബ്ലാക്കും കൂടിയതായിരുന്നേ. അപ്പോൾ യാൻഫേ അത് അവൾ എടുത്തപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്, നീ ഒന്ന് ഇട്ടിട്ട് വന്നേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിയാറാം പോയി ആ ഡ്രസ്സ് മാറ്റിയിട്ട് വരുമ്പോൾ യാൻഫേ അവളെ തന്നെ നോക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ സിയാറാം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എന്നുള്ളൊരു മട്ടിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ യാൻഫേ അവിടുത്തെ ആ വെയിറ്ററിനോട് പറയാണ്, അതെ ഇതിൻ്റെ ഒരു മീഡിയം സൈസും കൂടി എടുത്തോട്ടെ, ഈ ഡ്രസ്സും പിന്നെ ഇതിൻ്റെ ഒരു മീഡിയം സൈസും കൂടി എടുത്തോ എന്ന് പറയുമ്പോൾ സിയാറാം പെട്ടെന്ന് അന്നത്തോടുകൂടി യാൻഫേനെ നോക്കിയിട്ട് ഭയങ്കര വെപ്രാളത്തോടുകൂടി, അല്ല മീഡിയം സൈസ് ആയിരിക്കാം, എന്തിനാ നിനക്ക് മീഡിയം സൈസ് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ നിന്നോട് പറയണമെന്ന് വെച്ചിട്ട് കുറേ ആയി, ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടീനെ കണ്ടേ, ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നതാ, ഇന്ന് അവളൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ഞാൻ കയ്യം വീശി പോവാ, അതുകൊണ്ടാണ് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാമെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു ട്ടാന്നൊക്കെ യാൻഫേ കള്ള ചിരിയോടുകൂടി പറയുമ്പോൾ സിയാറാം ഭയങ്കര കുശുമ്പോടുകൂടി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം യാൻഫേ പതുക്കെ സിയാറാൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിന്നെ ക്രെഡിറ്റ് കാർഡൊന്നും എനിക്ക് തരുമോ എന്നൊരു നാടില്ലാണ്ട് ചോദിക്കുക കേട്ടപ്പോൾ അതിനാ നിനക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യാൻഫേ പറയാണ്, അത് പിന്നെ ആദ്യമായിട്ട് ഒരു പെൺകുട്ടീനെ കാണാൻ പോകണല്ലോ, അവൾക്ക് നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ, തുടക്കത്തിൽ ഞാനൊരു എഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അവളെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ടാ പ്ലീസ് എന്ന് പറയുമ്പോൾ തന്നെ സിയാറാം ബാഗിൽ നിന്ന് അവളുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് യാൻഫയ്ക്ക് നേരെ നീട്ടിയിട്ട് കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു യാൻഫൈ നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണേ, കൂടെ ഒരു പെങ്കൊച്ചുമുണ്ട്. അവർ രണ്ടുപേരും ആ റെസ്റ്റോറൻറ്റിൽ സീറ്റ് ചെയ്യുമ്പോൾ അവൾ യാൻഫയുടെ ചോട്ടിൽ പതുക്കെ ചോദിക്കും, യാൻഫൈ ഇത് വലിയ ഹോട്ടലല്ലേ, എന്തിനാ എവിടെയൊക്കെ കയറിയേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യാൻഫൈ പറയാണ്, എനിക്കിതിനെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം, അതുകൊണ്ടാണ് ഞാൻ നിനക്കിപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങി വെച്ച ആ ഡ്രസ്സില്ലേ മീഡിയം സൈസിൻ്റെ അതെടുത്തിട്ട് ആ പെണ്ണിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് ആശ്ചര്യത്തോടുകൂടി അത് വാങ്ങിയിട്ട്, ഇത് എനിക്കാണോ, ശരിക്കും നീ എനിക്ക് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ച് അത് വെപ്രാളത്തോടുകൂടി എടുത്തു നോക്കുമ്പോൾ യാൻഫൈ പറയാണ്, നീ എന്നാൽ ഇതൊന്നും ഇട്ടിട്ട് വന്നേ എന്ന് പറയുന്നു. അപ്പോൾ ആ പെണ്ണ് വേഗം പോയി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ യാൻഫൈ ഓക്കെ നല്ല ഭംഗിയുണ്ട് എന്ന് നിസ്സാരമട്ടി പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ആ സെയിം ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ സിയാറാം വരുന്നത്. സിയാറാം ഭയങ്കര സ്റ്റൈലിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്ന് ഇവരുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. കാല് കയറ്റി വെച്ച് ഈ പെണ്ണിനെ തന്നെ സൂക്ഷിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാൻഫൈ സിയാറാമിനോട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ സിയാറാം ഉറക്കെ പറയാണ്, എൻ്റെ ക്രെഡിറ്റ് കാർഡല്ലേ നീ എടുത്തിട്ട് വന്നേക്കണം, അപ്പം എന്തേ എനിക്കിവിടെ വന്നൂടെ എന്ന് ചോദിക്കുന്നു. അതായത് ഈ ലവ് പൊളിക്കാൻ വേണ്ടി സിയാറാം ഒപ്പിക്കുന്ന പണിയാണ് ഇത്. എന്നിട്ട് ആ പെണ്ണിനെ തന്നെ നന്നായി നോക്കി എന്നിട്ട് പറയാണ്, നിനക്ക് ഈ ഡ്രസ്സ് ഒട്ടും ചേരുന്നില്ല, നീ ഇത് ഇടണ ഒട്ടും ഭംഗിയില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ആ പെണ്ണ്, ഇതായിരിക്കില്ലേ യാൻഫൈ ഇഷ്ടപ്പെടുന്ന ആ കുട്ടി എന്ന് പറഞ്ഞ് അവൾക്ക് എന്തോ മനസ്സിലായ മട്ടിലിരിക്കുമ്പോൾ യാൻഫൈ കണ്ണോണ്ട് ചിരിക്കല്ലേ ദേഷ്യപ്പെട്ട ഇറങ്ങിപ്പോകുന്നു ആംഗ്യം കാണിക്കുന്നു. പെണ്ണ് ആക്ട് ചെയ്യുന്ന പോലെ, എനിക്കിവിടെ നിന്നൊരു ഫുഡും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ പെണ്ണ് പോയ അപ്പം തന്നെ സിയാറാം യാൻഫൈനോട് പറയാണ്, ഇവള് നിനക്ക് ഒട്ടും ചേരുന്നില്ല, ഇവള് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ യാൻഫൈ, എന്താ പറഞ്ഞ വോയിസ് ഞാൻ എപ്പോഴോ കേട്ടിട്ടുണ്ടല്ലോ, എല്ലാ പ്രാവശ്യം ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും കൊണ്ടുവരുമ്പോൾ നീ ഇതന്നല്ല പറയാറ്, എൻ്റെ വീട്ടിൽ പാരൻസ് ആണെങ്കിൽ എന്നോട് ലവ് ചെയ്യുന്നു പറഞ്ഞ് നടക്കുക, ഇപ്പോൾ ആരാ എനിക്ക് ശരിക്കും മാച്ച് ആയിട്ടുള്ള എന്ന് ചോദിക്കുമ്പോൾ സിയാറാം, അതൊന്നും എനിക്കറിയില്ല, ഇവളെന്തായാലും മാച്ചല്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് യാൻഫൈക്ക് ചിരി വന്നിട്ട് അവൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ സിയാറാം വീട്ടിലേക്കൊക്കെ വന്നിട്ട് അവളെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലില്ലി വിളിക്കുന്നുണ്ട്. ലില്ലി വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇന്നൊരു ന്യൂസ് കേട്ടല്ലോ, എല്ലായിടത്തും ഇപ്പം ഇതാ സംസാര വിഷയം, യാൻഫൈ എന്തോ ഡയറ്റിങ്ങിന് പോയപ്പോൾ നീ അത് പോയി പൊളിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിയാറാം പറയാണ്, ഇതിനെന്താ അർത്ഥം ഉണ്ടാവാനാ, ആ പെണ്ണ് അവന് സ്യൂട്ടൊന്നുമല്ല, ഒട്ടും മാച്ചില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ലില്ലി പറയണം, ഒട്ടും മാച്ചില്ല എന്നൊന്നും പറയണ്ട, ഞാൻ കണ്ടതാണല്ലോ, നല്ല മാച്ചുണ്ട് കാണാനായിട്ട്, നിനക്ക് മാത്രം ഇഷ്ടാവാത്തെ. അതെന്താ നിനക്ക് മാത്രം ഇഷ്ടാവാത്തെ, അവിടെ എന്തോ ഒരു ഇതുള്ളതുകൊണ്ടല്ലേ. ഞാൻ പറയണ കേക്ക് സിസ്റ്റർ, യാൻഫൈക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, എന്തിനാ വെറുതെ വളച്ചൊടിച്ചിങ്ങനെ നിൽക്കണേ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ വേഗം അവനോട് ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞിട്ട് നിനക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ സിയാറാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് പറയാണ്, അത് ശരിയാവില്ല, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുപോലെ തന്നെ
ഞാൻ നിന്നെപ്പോലല്ല. നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാനോ കാണിക്കാനോ ഒന്നും തീരെ അറിഞ്ഞൂടാ. എനിക്ക് പേടിയായിട്ടാണ്. സുഹാനെ പോലെ യാൻഫയോ ആയാലോ ഒന്നും. ഇനി അത് സഹിക്കാനുള്ള മനക്കരുത്ത് എനിക്ക് ഇല്ല എന്നൊക്കെ സിയറാം പറയുമ്പോൾ ലില്ലി വെറുതെ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിച്ചിരിക്കണേ? നിന്റെ പേടിയാണോ യാൻഫയുടെ അടുത്തേക്ക് നിന്നെ അടുപ്പിക്കാത്തത്? അങ്ങനെ ഇനി പേടിക്കുക വേണ്ട. കാരണം സുഹാനല്ല യാൻഫൈ. യാൻഫൈക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നീ നിന്റെ കഴിവിൽ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റത്തിൽ നീ വിശ്വസിക്കുക വേണ്ട. നീ യാൻഫയിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ ഒരിക്കലും സുഹാനെ പോലെ ആവില്ല. യാൻഫയ്ക്ക് നിന്നെ വിട്ടുപോകാനും പറ്റില്ല എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് സിയറാമിനെ ഒന്ന് മനസ്സ് ഇളകിയെങ്കിലും അവൾ പെട്ടെന്ന് എന്തോ ബോധോദയത്തിലേക്ക് വന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് ബിസിയാന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം യാൻഫൈനെയും കൊണ്ട് സിയറാം ഫുഡ് കഴിക്കാനായിട്ട് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിക്കണാണേ. അപ്പോൾ യാൻഫയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. കാരണം സിയറാം ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാനായിട്ട് അവനൊപ്പം വരാറേ ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് യാൻഫൈ സിയറാമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയപ്പോൾ എന്നെ ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് കൊണ്ടുവന്നല്ലോ, എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ കാരണമൊന്നുമില്ല, ചുമ്മാ നിൻ്റെ ഒപ്പം പുറത്തൊക്കെ പോരണം തോന്നി അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ കപ്പിൾസ് അതിൽ വരുന്നത് സിയറാൻ്റെ കണ്ണിൽ പെട്ടേ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പോരാത്തതിന് അതിലുള്ള ആ പയ്യൻ ആ പെണ്ണിന് കസാരൊക്കെ നീക്കിയിട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഭയങ്കര കയറിങ് ഒക്കെ ആയിരുന്നു. സിയറാം അത് കണ്ടിട്ട് ഒന്ന് ചിരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ആ പെണ്ണ് ഏതാണെന്ന് നമ്മളെ കാണിക്കുന്നത്. അത് യാൻഫയുടെ കൂടെ കഴിഞ്ഞ ദിവസം വന്നില്ല ലൈറ്റിങ്ങാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണായിരുന്നു. അവളെ കണ്ടതും അവളുടെ അടുത്ത് പോയി കൈ കെട്ടി നിന്നിട്ട് സിയറാം ചോദിക്കുകയാണ്, അല്ല നിനക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടായി യാൻഫൈനായിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് വന്നത് എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നു. അപ്പോൾ യാൻഫൈ അവിടേക്ക് വരുമ്പോൾ യാൻഫൈനോട് ഈ പയ്യൻ ഹായ് യാൻഫൈ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കമ്പനിയായിട്ട് വർത്താനം പറയുന്നുണ്ട്. അപ്പോഴാണ് സിയറാമിന് കാര്യം പിടികിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ ഈ പെണ്ണിൻ്റെ ആ ലവർ ആ പയ്യൻ ഈ ബ്ലൈൻഡ് ഡേറ്റിനെ കുറിച്ചോ ഇവർ തമ്മിലുള്ള പ്ലാൻസിനെ കുറിച്ചോ ഒന്നും അറിഞ്ഞിരുന്നില്ല. അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നേ അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് ഇവർ പോയിരുന്നു. അപ്പോൾ സിയറാമും യാൻഫയും കൂടി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഭയങ്കര പേടിച്ചിട്ടാണ് സിയറാമിൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അവൻ തല ഉയർത്തിയൊന്നും നോക്കുന്നേ ഇല്ല. അവൻ തല കുനിച്ചിങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ട് സിയറാം നീ എന്തിനാ ഞാൻ തല കുനിച്ചിരിക്കുന്നത്, മര്യാദക്ക് തല കൊക്കിയിരുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റ് പീസ് മുറിച്ചിട്ട് അത് യാൻഫയുടെ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സിയറാമിൻ്റെ മുഖത്തേക്ക് യാൻഫൈ നോക്കുന്നത്. അപ്പോൾ അവൻ ചിരിച്ചിട്ട് അപ്പം നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ, ഞാൻ വിചാരിച്ചു നീ ഇത്ര നേരം ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നെന്ന്, ദേഷ്യമൊന്നുമില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഇറച്ചി ആർത്തിയോടെ കഴിക്കുന്നുണ്ട്. അപ്പം സിയറാം പറയണം ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെട്ടേ, അവൾ എന്തായാലും നിനക്ക് മാച്ചല്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി ഫുഡ് കഴിക്കുന്നു. ലില്ലി അല്ലേ ഇവരുടെ ഈ ലവിന് സപ്പോർട്ടായിട്ട് നിന്നായിരുന്നു. സിയറാമിൻ്റെ മനസ്സ് മാറ്റാനും ഒക്കത്തിന് നിന്നായിരുന്നു ലില്ലി ആയിരുന്നില്ലേ. അതുകൊണ്ട് ലില്ലിക്ക് എന്തോ ഒരു ട്രീറ്റ് ചെയ്യാനായിട്ട് യാൻഫൈ പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ലില്ലിക്ക് 3-4 ഐസ്ക്രീം വാങ്ങിയിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാൻഫൈയുടെ കയ്യിൽ ഐസ്ക്രീം ഒന്നുമില്ലേ, ലില്ലിയുടെ കയ്യിൽ 3-4 ഒന്നിച്ചുണ്ട്, ഒരെണ്ണം അവൾ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാൻഫൈ അതിൻ്റെ ഇടയിൽ താങ്ക് യു നീ കാരണം എല്ലാം നടന്നേ, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇപ്പോൾ ഐസ്ക്രീം വാങ്ങി തന്നെ, നിനക്ക് ഐസ്ക്രീം നല്ല ഇഷ്ടമല്ലേ അതുകൊണ്ടാന്നൊക്കെ പറയുന്നു. അപ്പോൾ യാൻഫൈ അവളുടെ കൈയൊക്കെ നോക്കിയിട്ട് ഇത്ര പോരല്ലോ, നീ എനിക്ക് ചെയ്ത ഉപകാരത്തിന് നിനക്ക് ഇത്ര ഐസ്ക്രീം ഒന്നും വാങ്ങി തന്നാൽ പോരാ എന്ന് പറഞ്ഞതും ലില്ലി അത് മുതലാക്കിയിട്ട് എന്നാ കുറച്ചുകൂടി വാങ്ങി താന്ന് പറഞ്ഞിട്ട് അവന് ഉന്തി നേരെ റിവേഴ്സ് എടുത്തിട്ട് ഐസ്ക്രീം വാങ്ങാനായിട്ട് പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി. സിയറാമും യാൻഫയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ യാൻഫൈ ചോദിക്കുന്നുണ്ട് 3 ദിവസം കഴിഞ്ഞാൽ ഏതാ ദിവസം നിനക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ സിയറാം ആ 3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ന്യൂ പ്രോജക്റ്റിൻ്റെ അറിവലാന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് യാൻഫൈ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് സിയറാം പറയുന്നത് എനിക്ക് അറിയപ്പെട്ടാ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അത് പറയുമ്പോൾ യാൻഫൈക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ഇപ്പം 3 ദിവസം കഴിഞ്ഞാൽ യാൻഫൈയുടെ ബർത്ത്ഡേ അല്ലേ, അത് തന്നെ ആലോചിച്ച് നിൽക്കുന്ന സിയറാം അന്ന് രാത്രി ഉറക്കം വരുന്നേ ഇല്ല. കാരണം യാൻഫൈക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇവൾ എത്ര ആലോചിച്ചിട്ടും നല്ലൊരു ഗിഫ്റ്റ് ഏതാ എന്ന് ഇവൾക്ക് കണ്ടുപിടിക്കാനേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ ലില്ലിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ലില്ലിയോട് ചോദിക്കുകയാണ് യാൻഫൈക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തുട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി പറയുകയാണ് അതിപ്പോൾ എത്ര ചോദിക്കാൻ എന്തുട്ടുള്ള, യാൻഫൈക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സിയറാം ഞാനതല്ല ഉദ്ദേശിച്ചത്, 3 ദിവസം കഴിഞ്ഞാൽ അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ, എത്ര വിലായാലും കുഴപ്പമില്ല അത് ഞാൻ വാങ്ങിക്കൊടുത്തു, അവനക്ക് ഏറ്റവും ഇഷ്ടത എന്താന്ന് മടിക്കാതെ പറയാൻ പറയുന്നു. അത് കേട്ടിട്ട് ലില്ലി ഒരു മിനിറ്റ് ഞാൻ ആ സാധനം എന്താണെന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് വീഡിയോ കോളിൻ്റെ അടുത്ത് എണീറ്റ് പോയിട്ട് ബാഗിൽ നിന്ന് എന്തോ ഒരു സാധനം സിയറാമിന് കാട്ടിക്കൊടുക്കുന്നത്. അത് വിഷയം സ്റ്റാർസ് ആയിരുന്നു. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഒരു ബൗളിൽ ചെറിയ ചെറിയ സ്റ്റാർസിൻ്റെ ഷേപ്പിൽ ഒരു സാധനമായിരുന്നു. അത് കാട്ടി സിയറാമിനോട് പറയാണ് ഇതവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സിയറാം ഇതതിനെന്തിനാ യൂസ് ചെയ്യുക, ഇത് വല്ല ഉപകാരമുള്ള സാധനമാണോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി ഉപകാരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, യാൻഫൈക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഇത് നീ നിൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി അവൾക്ക് കൊടുക്കണം, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, നിൻ്റെ സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സിയാറ, ഞാൻ സ്വന്തം ഉണ്ടാക്കാനാ, ഇതെന്ത് കുട്ടിക്കളി കളിക്കുകയാണോ നീ, അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നു. ലില്ലി പറഞ്ഞ എല്ലാ കാര്യത്തിനെ കുറിച്ചും യാൻഫൈനെ പോലെ അല്ല സുഹാനും യാൻഫൈനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നൊക്കെ ലില്ലി പറഞ്ഞില്ലേ സിയാറാമിനോട്. അത് തന്നെ സിയാറാം എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കേണ്ട, അവൾക്ക് ഇഷ്ടപ്പെടണോ വേണ്ടേ അങ്ങനെ ഉള്ളൊരു ഡൗട്ടായിരുന്നു ശരിക്കും. പിറ്റേ ദിവസം നേരം വെളുത്തെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് ടൈം ലേറ്റ് ആയപ്പോൾ വന്നിട്ട് ലില്ലിനെ എണീപ്പിക്കാനായിട്ട് അവളുടെ റൂമിൽ ഡോറും തുറന്ന് വരുന്നുണ്ട്. ലില്ലി വേഗം എനിക്ക് കുറേ ടൈമായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ റൂമിൽ കയറുമ്പോൾ അവൾ ഇപ്പോഴും നന്നായി കിടന്ന് ഉറങ്ങാണ്, എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് പറ്റി, എനിക്കെന്താ വയ്യായ വല്ലതുണ്ടോ, എന്തെങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവൾ നന്നായി കെയർ ചെയ്യുമ്പോൾ അവൾ പറയാണ് എന്തോ എനിക്ക് ചെറുതായിട്ട് എന്തോ വയ്യായ പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ വേഗം വെപ്രാളത്തിൽ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഫീവർ നോക്കാനായിട്ട് ഒരു മെഷീൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഫീവർ നോക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്, 38 ഡിഗ്രി എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ് ഇന്നലെ നീ ശരിക്കും എവിടെ പോയേ, നീ എന്തെങ്കിലും ചെയ്തോ ഇന്നലെ, എന്താണ് ഇത്ര പനി വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ലില്ലിക്ക് ആ കാര്യം ഓർമ്മ വരുന്നത്. യാൻഫൈനെ രണ്ടാമത് അവൾ ഉന്തി തള്ളി ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് കൊണ്ടുപോയില്ലേ, എന്നിട്ട് അവൾ ഒരു കൊട്ട ഐസ്ക്രീം വാങ്ങിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഫുള്ള് തിന്ന്. യാൻഫൈനോട് അവൾ വേണമെന്ന് ചോദിച്ചെങ്കിലും വേണ്ട നീ തന്നെ തിന്നോന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങി വെച്ച് എല്ലാ ഐസ്ക്രീമും തിന്ന് തീർത്തത് ലില്ലി തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ പനി വരാനുള്ള കാരണം. അങ്ങനെ ലില്ലി ലാനോട് ഇതൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നല്ല രസം ഉണ്ടാവില്ല, ഫ്യൂച്ചറിലൊക്കെ നീ എപ്പോഴും പനിച്ചിരിക്കുമല്ലോ. ലില്ലി പറയാണ് ഫ്യൂച്ചറിൽ ഇനി പനിച്ചിരിക്കൊന്നുമില്ല, ഞാൻ ഇനി ഐസ്ക്രീം കഴിക്കലേ നിർത്തി എന്ന് പറയുന്നു. അപ്പോഴാണ് ടിങ് ടോങ് ലില്ലിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ലില്ലി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ടിങ് ടോങ് പറയുന്നത് ഇന്ന് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, നമ്മളെ പുതിയ ഡ്രാമയുടെ ലോഞ്ചിങ് പ്രോസസ്സ് നാളെ ചെയ്യണമെന്നാണ് പറയണത്, അപ്പോൾ അതിലുള്ള എല്ലാവരും കൂടി അർജൻറ്റായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ പറ്റുമോ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലില്ലി മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ലില്ലിയുടെ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അവൾക്കൊന്ന് വരാൻ പറ്റില്ല, അവൾക്ക് പനിയാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്യുമ്പോൾ തന്നെ ലില്ലി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്തായാലും പോയേ പറ്റൂ, ഞാനൊരു പ്രൊഡ്യൂസറല്ലേ, അപ്പോൾ പ്രൊഡ്യൂസറെ മീറ്റിങ്ങിനില്ലെങ്കിൽ എങ്ങനെ ശരിയാവാം, ഞാൻ എന്തായാലും പോകുമെന്ന് പറയുമ്പോൾ പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട, ഇവിടെ ഇരുന്നു ഞാനും പോകണില്ല, ഞാനും നിന്നെ നോക്കിയിരുന്നുകൊണ്ട് ആ മീറ്റിംഗ് ഞാൻ വേറെ ആർക്കുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ലില്ലിയുടെ ഫോണിലേക്ക് സിയാറാൻ വിളിക്കുന്നുണ്ട്. ലില്ലി ആ ഫോൺ അറ്റൻഡ് ചെയ്ത് അപ്പോൾ തന്നെ സിയാറാൻ ചോദിക്കുന്നത് ഇന്ന് യാൻഫയുടെ ബർത്ത്ഡേ അല്ല 12 മണിക്ക് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, നിനക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ വാ എന്ന് പറയുന്നു. അപ്പോൾ ലില്ലി എനിക്ക് പനിയാ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സിയാറാൻ ഭയങ്കര പേടിച്ചിട്ട് അയ്യോ പനിയാണോ, എങ്ങനെയുണ്ട്, ഭയങ്കര കൂടുതലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാങ്ങിയിട്ട് അവൾക്ക് പനിയാണ് ഇന്ന്, അതുകൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നീ സിയാറാൻ നിനക്കൊന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഞാനും ഇന്ന് ലീവായിരിക്കും, അപ്പോൾ ഡീൽ ചെയ്യണമെങ്കിൽ നീ തന്നെ അവിടെ എത്തണം എന്ന് പറയുമ്പോൾ സിയാറാൻ ഓക്കെ ഞാൻ പൊക്കോളാം, നീ ലില്ലിനെ നന്നായി നോക്കണം, അവൾക്കൊന്നും പറ്റാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സിയാറാം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിയാറാം വേഗം റെഡി ആയിട്ട് ലെമൺ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അവൾ ഭയങ്കര ഗൗരവത്തിൽ മുഖത്തൊരു ചിരി പോലും ഇല്ലാണ്ട് ലെമൺ കമ്പനിക്ക് കയറി വരുന്ന കണ്ടിട്ട് എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് സിയാറ വരുന്നത് കണ്ടത്. സിയാറാനെ കണ്ടപ്പോൾ തന്നെ ഹായ് സിയാറ എന്തൊക്കെയുണ്ട് വിശേഷം, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് അവൻ നേരെ വന്ന് അവളുടെ തോളിൽ കൈ ഇടുന്നുണ്ട്. ഇത്ര ദിവസവും ഞാൻ കണ്ടിരുന്നത് ലില്ലിനെ അല്ലേ, ലില്ലിയുടെ ക്യാരക്ടറും സിയാറാൻ്റെ ക്യാരക്ടറും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കറിയാലോ. അങ്ങനെ തോളിൽ കൈയിട്ടതും സിയാറാം അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് ഓടിച്ച് അവനെ തറയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് സിയാറാം അവൻ്റെ മുഖത്തൊക്കെയിട്ട് പറയണം മേലാ ഇനി എൻ്റെ മേത്ത് തൊട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇവൾക്ക് എന്താ പറ്റി, ഇന്നലെ വരെ ഞങ്ങൾ തോളി കൈയിട്ട് നല്ല ഫ്രണ്ട്സായിട്ട് നടന്നിരുന്നല്ലേ, ഇപ്പോൾ എന്തൊരു അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ആ തറയിൽ തന്നെ കൈയും വേദന എടുത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിങ് ടോങ് അവിടെ നിന്ന് ഓടി വരുന്നത്. ഡിങ് ടോങ് ഓടി വന്ന് സാൻ ആ തറയിൽ നിന്ന് എണീപ്പിച്ചിട്ട് സാനോട് പറയാണ് അതെ ഇന്ന് സിയാറാം ഇത്തിരി ടെൻഷനില്ല, അതുകൊണ്ട് നീ അധികം അവളെ പ്രൊവോക്ക് ചെയ്യാനൊന്നും പോകണ്ട, അധികം മിണ്ടാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സാൻ ഇതെന്ത് പരിപാടിയാണ്, ഇന്നലെ ഞാൻ നന്നായിട്ടല്ല അവൾ കൊടുത്താനും പറഞ്ഞു, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, ഇന്നവളെന്ത് സാധന എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ട് ഡിങ് ടോങ് വിഷയം മാറ്റാനായിട്ട് അവനക്ക് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് എന്നാൽ ഞാൻ നിനക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കവർ നീട്ടുന്നുണ്ട്. അത് സാന് സിയാറാം തിരിച്ച് ഒടിച്ച് കൈ കൊണ്ട് പിടിക്കുമ്പോൾ അവനക്ക് വേദന എടുത്തിട്ട് കൈ കുടഞ്ഞിട്ട് അയ്യോ ഇതിൽ പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഇട്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ഡിങ് ടോങ് കൂടി അവിടെ നിന്ന് നടന്നു പോകുന്നു. സാന് കൈക്ക് നല്ല വേദന ഉണ്ട്, അപ്പോൾ ഡിങ് ടോങ് ആ കുഴപ്പമില്ല പതുക്കെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. സിയാറാം വരുന്ന കണ്ടിട്ട് ലെമൺ കമ്പനിയിലുള്ള ഒരു ലേഡി വർക്കർ അവളുടെ അടുത്ത് ഓടി വന്നിട്ട് സിയാറാം നീ അയച്ചു തന്ന ആ ഫാഷൻ ഷോൻ്റെ ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് രസമാണ് അത് കാണാനായിട്ട്, ഞാൻ അത് കണ്ട് 4 മണി വരെ ഉറങ്ങിയിട്ടില്ല, നോക്കി എൻ്റെ കണ്ണിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വന്നേക്കണമെന്ന് ഉറങ്ങാണ്ട്,
എന്നൊക്കെ ഇങ്ങനെ തോരാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിയോറാം പറയാണ്, നീ രാവിലെ വരെ ഉറങ്ങാണ്ട് അതും കണ്ടിരിക്കുകയായിരുന്നോ? അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ നിനക്ക് അതിനുള്ള ഉഷാറുണ്ടാവോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്ക് പറയുമ്പോൾ ആ പെണ്ണ് അത്ഭുതത്തോടുകൂടി സിയോറാനെ നോക്കി നിന്നിട്ട് സോറി ഞാൻ ഇനി അത് കാണൂല എന്ന് പറയുന്നു. സംഭവം അവൾക്ക് ആ ലിങ്ക് അയച്ചു കൊടുത്തത് സിയോറാം ആണെന്നാണ് അവളുടെ വിചാരം. പക്ഷേ ലില്ലിയും സിയോറാമും മാറിയ കാര്യം അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ സിയോറാം അവളെ വഴക്ക് പറഞ്ഞിങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ നിന്ന് ആ തടിയനായ വർക്കറും ആ ശാന്തപട്ട് വർക്കറും സിയോറാനെ കണ്ടിട്ട് ഓടി അവളുടെ അടുത്തേക്ക് വന്നത്. ശാന്തപട്ട് വർക്കർ സിയോറാമിന് കോഫി എടുത്ത് കൊടുത്തിട്ട് പറയാണ്, സിയോറാം ഞാൻ നിനക്ക് എക്സ്ട്രാ മധുരം ഇട്ടിട്ട് കോഫി കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുടിക്കി ഇതിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിയോറാം പറയാണ്, നിനക്കറിയില്ല ഇതുവരെ ആയിട്ട് ഞാനിങ്ങനെ മിൽക്ക് കോഫി ഒന്നും കുടിക്കാറില്ല, എനിക്ക് മധുരമുള്ളതൊന്നും തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവൻ അത്ഭുതത്തോടുകൂടി ആ ഓക്കെ എന്ന് പേടിച്ചിട്ട് പറയുമ്പോൾ ആ തടിയനായ വർക്കർ പറയാണ്, സിയോറാം ഇന്ന് റെസ്റ്റോറൻറ്റിൽ നല്ല ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞേ, നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ തടിയനായ വർക്കറിനെ നോക്കി കണ്ണുറപ്പിച്ചിട്ട് സിയോറാം പറയാണ്, ഏത് നേരം നോക്കിയാലും തീറ്റാന്നുള്ള വിചാരമുള്ളൂ, നീ നിൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവൾ ഓഫീസിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ ഈ വർക്കേഴ്സ് എല്ലാവരും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാണ് എന്തായിരിക്കും പറ്റിയ സിയോറാമിന്, ഇന്ന് നല്ല മൂഡിലല്ലാന്ന് തോന്നുന്നത്, അതുകൊണ്ട് അധികം ഒന്നും അവളോട് വർത്താനം പറയാണ്ടിരിക്കുന്നത് നല്ലത്. എന്നിട്ട് ആ തടിയനായ വർക്കർ പറയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ഫുഡിനെ കുറിച്ച് പറഞ്ഞു സിയോറാം ആക്റ്റീവായിട്ട് നിന്ന് അവൾക്കായിരുന്നു ഏറ്റവും ആക്രാന്തം, എന്നിട്ട് ഇപ്പോൾ അവൾ എന്നെ ചീത്ത അറിയുന്നു. ഇത് കേട്ടോണ്ടിരുന്ന ആ ചാന്തപ്പെട്ട് വർക്കറും പറയാണ്, ആ ഞാനൊരു ദിവസം അവൾക്ക് പുഡിങ്ങും മിൽക്ക് ടീ ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഇത് മാത്രം പോരാ ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു, എന്നിട്ട് അപ്പോൾ അവൾ മധുരമുള്ള കഴിക്കൂലാന്ന്. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ട സിയോറാമിനെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു, പേടിയാവാ സിയോറാമിൻ്റെ അടുത്തേക്ക് പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ആണെന്ന് വെച്ചാൽ ലില്ലിയുടെ അടുത്ത് നിന്ന് മാറിയിട്ടേ ഇല്ലേ അവളിങ്ങനെ നന്നായി സൂക്ഷിച്ച് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലില്ലിക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ലില്ലി ലേനോട് ചോദിക്കുകയാണ്, എത്ര മണിയായി, ഇപ്പോൾ കുറേ ടൈം ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ലേ പറയാണ്, നീ ഇത്ര നേരം ഉറങ്ങായിരുന്നില്ലേ, അതുകൊണ്ട് ടൈം ഒന്നും മനസ്സിലാവണില്ല അല്ലേ, രാത്രിയായി 11:45 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലില്ലി ഞെട്ടിയിട്ട് ചോദിക്കുകയാണ്, ലേനോ 2 മണിക്ക് യാൻഫയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് സിയോറാം പറഞ്ഞിരുന്നല്ലോ, മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലേ പറയാണ്, മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവരെല്ലാവരും പറഞ്ഞേ എന്ന് പറയുന്നു. പിന്നെ അവർ ആ വിഷയമൊക്കെ വിട്ടിട്ട് ലില്ലി പറയാണ്, എൻ്റെ പനി ഇങ്ങനെയൊന്നും മാറൂല എന്ന് തോന്നുന്നുണ്ട്, മെഡിസിൻ എടുത്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, എനിക്ക് നീ കെട്ടിപ്പിടിച്ചിരുന്നാൽ മാത്രമേ പനി മാറുമെന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ലില്ലിനെ കെട്ടിപ്പിടിച്ചാടിയിരിക്കുന്നു. പിന്നെ ലെമൺ കമ്പനി തന്നെയാണ് കാണിക്കുന്നത്. ഇവരെല്ലാവരും മീറ്റിങ്ങിൽ തന്നെയായിരുന്നു. സിയോറാമും ഡിങ്ഡോങ്ങും പിന്നെ എല്ലാ വർക്കേഴ്സും ഉണ്ടായിരുന്നു. അവരുടെ ന്യൂ പ്രോജക്റ്റിൻ്റെ ലോഞ്ചിങ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിയോറാം എല്ലാം വ്യക്തമായിട്ട് വർക്കേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് താങ്ക് യു പറഞ്ഞ് സിയോറാം ടൈം നോക്കുമ്പോഴാണ് അവൾ ടൈം കാണുന്നത് ഇപ്പോൾ 11:55 അവൾ വേഗം ടെൻഷനിൽ വേഗം പോകാനുള്ള വെപ്രാളത്തിൽ ബാഗൊക്കെ എടുത്ത് ചാന്തപ്പെട്ട് വർക്കർ, സിയോറാം നാളത്തെ ലോഞ്ചിങ് സെറിമണീനെ കുറിച്ചൊന്ന് വിശദമാക്കി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ വെപ്രാളത്തിൽ ഓടാൻ ശ്രമിക്കുമ്പോഴാണ് ആ തടിയനായ വർക്കർ ഈ വീഡിയോ ഒന്ന് നോക്കിയിട്ട് ഇത് ശരിയായിട്ടുണ്ടോ എന്ന് നോക്കുമെന്ന് പറയുമ്പോൾ അത് ഡിങ്ഡോയിന് കൊടുത്തോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ സിയോറാം വേഗം വീട്ടിലെത്താനുള്ള ധൃതിയിൽ ലിഫ്റ്റ് ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലിഫ്റ്റ് വരുന്ന കാണാനേ ഇല്ല. ആ സ്റ്റെമ്മ ഉപേക്ഷിച്ചിട്ട് സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിപ്പോയി കുറേ നടന്നപ്പോഴത്തേനും അവൾ കിതച്ചിരുന്നു. വലിയ ബിൽഡിംഗ് ഒക്കെ അല്ല, അപ്പം നല്ലോണം സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു. അവൾ കിതച്ച് കുറേ നേരം അവിടെ നിന്നിട്ട് ലാസ്റ്റ് ചെരുപ്പ് ഊരിയിട്ട് നന്നായി ഓടുന്നുണ്ട്. ആദ്യമായിട്ട് യാൻഫയുടെ കാര്യത്തിൽ അവൾ ഇത്ര ശ്രദ്ധ കാണിക്കുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ ചെരുപ്പ് കൈ പിടിച്ച് അവൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാർ പാർക്കിംഗ് ഏരിയയിലെത്തി. പെട്ടെന്ന് അവൾ വെപ്രാളത്തിൽ ഓടുന്ന കണ്ടിട്ട് പിന്നെ നിന്ന് ആരോ സിയോറാം എന്ന് വിളിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ യാൻഫൈനെ കാണുന്നുണ്ട്. യാൻഫൈനെ കണ്ടതും അവൾ അടുത്തേക്ക് നിന്നിട്ട്, നീ എന്താ അവിടെ, വേഗമാ നമുക്ക് വീട്ടിൽ പോകാൻ, നിൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവൻ പറയാണ്, ഇനിയും ടൈമില്ലേ, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സിയോറാം, ഇനി ടൈമില്ലാന്ന്, ഇപ്പം തന്നെ 11:55 ഇനി ടൈമൊന്നുമില്ല, വേഗം വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ സിയോറാൻ്റെ കൈ പിടിച്ചിട്ട് യാൻഫൈ ഇനിയും ടൈമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബർത്ത്ഡേ ഡെക്കറേഷൻ അവൾക്ക് കാട്ടിക്കൊടുക്കുന്നു. ഒരു വാൻ്റെ ഡിക്കി ഭാഗത്തായിട്ട് അവൻ ബലൂണൊക്കെ വെച്ച് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് സിയോറാമിന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ യാൻഫൈ പറയാണ്, ഇതേ ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കിയത് ബർത്ത്ഡേ സർപ്രൈസാണ്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സിയോറാം അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് 2 പേരും കൂടി കേക്കിലും മെഴുകുതിരിയൊക്കെ വെച്ച് അത് സിയോറാമാണെങ്കിൽ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോൾ യാൻഫൈ അവളുടെ കൈ പിടിച്ചിട്ട്, സിയോറാം ഇതാണ് ഞാൻ ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിരിക്കുമ്പോൾ സിയോറാം പതുക്കെ യാൻഫൈയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് അവന് ഉമ്മ വെക്കാനായിട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ തന്നെ 20ാമത്തെ എപ്പിസോഡ് അവസാനിച്ച് കണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഇത് കാണാൻ ഇനിയും ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ബൈ, താങ്ക് യു.